ഇതിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ വെർച്വൽ മീറ്റിംഗിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കാണുവാനും കേൾക്കുവാനും കഴിയുമെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതായ വേദഭാഗം ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ പോർഷനിലേക്ക് വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ട് ജസ്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതായ ആ പോർഷൻ ഒന്ന് വേഗത്തിൽ എൻ്റെ പോയിന്റ്സ് മാത്രം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയത് ഏദൻ തോട്ടത്തിൽ സാത്താന്റെ തന്ത്രം എന്തായിരുന്നു എന്നുള്ളതാണ്. ആ തന്ത്രത്തെ കുറിച്ച് നാം ചിന്തിച്ചു. ദൈവത്താൽ നിർമ്മിതമായ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ ദിവസവും വ്യക്തിപരമായി ഉണ്ടായിരുന്ന ആ തോട്ടത്തിൽ സാത്താൻ തന്ത്രപരമായി കടക്കുവാനിടയായി തീർന്നു. അതിൽ നിന്ന് നാം ചിന്തിച്ചു, സാത്താന് ആരുടെ അടുക്കലും എവിടെയും ഏതു സമയത്തും ചെല്ലുവാൻ അവന് കഴിയുമെന്നുള്ളതാണ്. അതിനവന് യാതൊരു റെസ്ട്രിക്ഷനും ദൈവം വെച്ചിട്ടില്ല. സ്വതന്ത്രനാണ് അവൻ. എല്ലായിടത്തും അവൻ ആഗ്രഹിക്കുന്നത് പോലെ കടന്നു ചെല്ലുവാനുള്ളതായ സ്വാതന്ത്ര്യം അവനുണ്ട്. എന്നാൽ അവനെ തടയേണ്ടതും അവന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ അവനോട് എതിർക്കേണ്ടതുമായ ഉത്തരവാദിത്വം ദൈവമക്കളായിരിക്കുന്നതായ നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അതിനാവശ്യമായ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട്, ആത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ പിൻബലത്തോടെ നമുക്ക് സാത്താനോട് എതിരിടുവാനുള്ളതായ ദൈവിക കൃപ നമ്മുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. അത് നാം ഉപയോഗിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം. അപ്പോ അത് നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ നാം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമെന്നുള്ളതാണ് ഏദൻ തോട്ടത്തിൽ നാം ചിന്തിച്ചതായ വിഷയം. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, സാത്താൻ അടുത്തു വരുമ്പോ അവനെ നമുക്ക് വ്യക്തിപരമായി കാണുവാൻ കഴിയില്ല. കാരണം ആത്മമണ്ഡലത്തിലെ വ്യക്തിയായതുകൊണ്ട്, അവൻ ശാരീരികനായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭൗതിക കണ്ണുകൾ ഉപയോഗിച്ചോ ഭൗതിക ശരീരത്തിലോ അത് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. പക്ഷേ സാത്താൻ കൊണ്ടുവരുന്നതായ തന്ത്രങ്ങളെ മനസ്സിലാക്കി സാത്താനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. സാത്താൻ ആരിൽ കൂടിയാ വരുന്നത്? സാത്താൻ സാഹചര്യങ്ങളിൽ കൂടെ വരാനിടയുണ്ട്. നമുക്ക് ഏറ്റവും അടുത്തതായ നാം പരിചയപ്പെടുന്ന നമ്മുടെ സ്നേഹിതന്മാരിൽ കൂടെ, നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്നതായ മനുഷ്യരിൽ കൂടെ തന്നെ സാത്താന് നമ്മുടെ അടുക്കലേക്ക് വരുവാൻ കഴിയും. മാത്രമല്ല, നമുക്ക് എതിരായി നിൽക്കുന്നതായ വ്യക്തികളിൽ കൂടെയും സാത്താൻ നമ്മെ സമീപിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ സാത്താൻ എങ്ങനെ സമീപിച്ചെന്ന് പറഞ്ഞാലും അവനെ തിരിച്ചറിയുവാൻ നമുക്ക് തന്നിരിക്കുന്നതായ വിഷയങ്ങളുണ്ട്. അത് ദൈവവചനം, പിന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ജ്ഞാനം, സാത്താൻ കൊണ്ടുവരുന്നതായ വിഷയങ്ങൾ കൂടെ അനുഭവിക്കുന്നതായ അതിന്റെ മോറൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ്, ഇതെല്ലാം നാം മനസ്സിലാക്കി സാത്താന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിപ്പാനായിട്ടിടയായി. പിന്നെ നമ്മൾ ചിന്തിച്ചത്, ഏദൻ തോട്ടത്തിലേക്ക് സാത്താൻ കടന്നു വന്നപ്പോ ആദം അഥവാ മനുഷ്യൻ പാപത്തിൽ വീണു എന്നുള്ളതാണ്. നാം ചിന്തിച്ചതായ ഒരു പ്രധാനപ്പെട്ടതായ വിഷയമുണ്ട്. നാം പലപ്പോഴും ആദം ചെയ്തതായ പാപത്തെ മാത്രമേ നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാകത്തുള്ളൂ. ആദാം പറഞ്ഞത് കേട്ടില്ല, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു,
തോട്ടത്തിന്റെ നടുവ് നിൽക്കുന്നതായ നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ആദമേ നീ തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചു, അത് ആദം തിന്നു, അതാണ് അവന്റെ പാപം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് അവിടെ നിൽക്കാറുണ്ട്. പക്ഷേ നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതായ ഒരു കാര്യം, ഏതൊരു പാപം വെളിപ്പെടുന്നതിന് മുമ്പും അതിനു മുമ്പിൽ നിസാരമായി തോന്നാവുന്നതായ ചില റീസൺസ് ഉണ്ടായിരിക്കും. കഠിനമായ പാപമാണെങ്കിലും നമുക്ക് ഗൗരവമെന്ന് തോന്നാത്തതായ പാപമാണെങ്കിലും ഏത് പാപത്തിന്റെയും പുറകിൽ പാപം പെട്ടെന്ന് വന്ന് പിടിക്കുകയല്ല, പാപം പെട്ടെന്ന് സംഭവിക്കുകയല്ല, പാപത്തിൽ നാം പെട്ടെന്ന് അകപ്പെട്ടു പോകുകയല്ല. ആ പാപത്തിലേക്ക് നമ്മെ സാവധാനത്തിൽ നയിക്കുന്നതായ ഒരു ഇനിഷ്യൽ കോസ് എപ്പോഴും കാണും, ഒരു പ്രാഥമിക കാരണം എപ്പോഴും കാണും. ആ ഇനിഷ്യൽ കോസ് പലപ്പോഴും അത് നെഗ്ലിജിബിൾ ആയിരിക്കും. അത് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത രീതിയിൽ ഗൗരവം കുറഞ്ഞതായിരിക്കും. ഗൗരവം കുറഞ്ഞതായത് കൊണ്ട് തന്നെ നമ്മൾ അലക്ഷ്യമായിട്ട് അതിനെ കരുതുകയും ചെയ്യും. ആദാമിനെ പാപം ചെയ്യുവാനിടയായിട്ട് തീർന്നത് എന്താ കാര്യം? ആദാമിനോട് ദൈവം പറഞ്ഞതായ ഒരു രണ്ട് പ്രത്യേകമായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ ചെറുതായിട്ട് മാറിപ്പോകുവാനായിട്ടിടയായി. എന്താണ് ആദമിന് കൊടുത്തതായ രണ്ട് കൽപ്പനകൾ? ഒന്ന്, നീ തോട്ടം സൂക്ഷിക്കണം. രണ്ട്, നീ തോട്ടത്തിൽ വേല ചെയ്യണം. തോട്ടത്തിൽ ഒരു പക്ഷേ വേല ചെയ്തുകൊണ്ടിരുന്നതായ ആദമായിരിക്കാം. പക്ഷേ പാമ്പിൽ കൂടെ സാത്താൻ അകത്ത് കയറേണ്ടതിന് തോട്ടം സൂക്ഷിപ്പാൻ പറഞ്ഞതായ ആദം വേണ്ട വിധത്തിൽ തോട്ടം സൂക്ഷിച്ചില്ല എന്നതുകൊണ്ടാണ് സാത്താൻ അകത്ത് വരുവാനിടയായിട്ട് തീർന്നത്. ദൈവം നമ്മോട് പറഞ്ഞേക്കുന്നത് നമ്മുടെ തോട്ടം നമ്മൾ സൂക്ഷിക്കണമെന്നാണ്. നമ്മുടെ ശരീരം ഒരു കോട്ടയാണ്, 5 വാതിലുകൾ ഉള്ളതായ ഒരു കോട്ടയാണ് നമ്മുടെ ശരീരം. ഈ 5 വാതിലുകളും ലോകത്തിലേക്കും പാപത്തിലേക്കും എപ്പോഴും തുറന്നിരിക്കുന്ന വാതിലുകളാണ്. ഇത് നാം എന്ത് ചെയ്യണം? പുറമേ നിന്നല്ല അടയ്ക്കേണ്ടത്, ഇത് അകത്തു നിന്ന് ഈ വാതിലടച്ച് കുറ്റിയിടണം. അകത്തു നിന്ന് വാതിലടച്ച് കുറ്റിയിടണമെങ്കിൽ അത് നമുക്ക് തന്നെ സാധിക്കുകയുള്ളൂ. പുറത്താണ് ഇതിന്റെ കൺട്രോളെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിന്റെ എല്ലാം കൺട്രോളിങ് എന്ന് പറയുന്നത് അകത്തു നിന്നാണ്. കണ്ണടയ്ക്കണമെങ്കിലും കണ്ണ് തുറക്കണമെങ്കിലും ബ്രെയിൻ പറയണം, കൈ ചലിപ്പിക്കണമെങ്കിലും കാല് നീക്കണമെങ്കിലും ബ്രെയിൻ പറയണം, നമ്മുടെ ബുദ്ധിമണ്ഡലം പ്രവർത്തിക്കണം. അപ്പോൾ അകത്തു നിന്നാണ് അതിന്റെ കൺട്രോളിങ് വരുന്നത്. അകത്തു നിന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്നതായ ഈ 5 വാതിലുകൾ അല്ലെങ്കിൽ ഈ 5 സെൻസസ് അല്ലെങ്കിൽ 5 ഡോർസ് അത് കൺട്രോൾ ചെയ്യേണ്ടത് ഇൻസൈഡിൽ നിന്നായതുകൊണ്ട് നാം വിചാരിച്ചെങ്കിൽ മാത്രമേ അത് അടയ്ക്കുവാനും തുറക്കുവാനും കഴിയത്തുള്ളൂ. അത് സൂക്ഷിക്കണമെന്നാണ് ഏദൻ തോട്ടത്തിൽ കൂടെ ദൈവം നമ്മെ ഓർപ്പിക്കുന്നതായ വിഷയം. അപ്പോ ആദം എന്ത് ചെയ്തില്ല? തോട്ടം സൂക്ഷിച്ചില്ല. ഇനിയും രണ്ടാമത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ തോട്ടമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന തോട്ടം. ഈ കുടുംബത്തിൽ ആരിൽ കൂടെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഏത് വിഷയത്തിൽ കൂടെ വേണമെങ്കിലും ദുഷ്ടനകത്ത് കയറാം. സൂക്ഷിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ കുടുംബമാകുന്നതായ തോട്ടം നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ഹൃദയദൃഷ്ടികൾ തുറന്ന് ജ്ഞാനത്തോടുകൂടെ കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കി നാം കാര്യങ്ങൾ ക്രമീകരിക്കുവാനിടയായിട്ട് തീർന്നാൽ നമ്മുടെ കുടുംബമാകുന്ന തോട്ടം എപ്പോഴും സുരക്ഷിതമായിരിക്കും. 3, നമ്മുടെ സഭയാകുന്ന തോട്ടമാണ്. ഓരോരുത്തരും ഉൾപ്പെട്ടു നിൽക്കുന്നതായ ദൈവസഭയുണ്ട്. ദൈവസഭയിൽ അത് അടച്ചു കെട്ടിയതായ തോട്ടമാണെന്ന് ഓർക്കണം. ദൈവത്തിന്റെ സഭ കാടല്ല, ദൈവത്തിന്റെ സഭ തോട്ടമാണ്. കാട്ടിൽ എല്ലാവിധ മരങ്ങളും വളരും, വിഷച്ചെടികൾ കാണും, വിഷജന്തുക്കൾ കാണും, ക്രൂരമൃഗങ്ങൾ കാണും. ദൈവസഭ എന്ന് പറയുന്നത് കാടല്ല, അത് അടച്ചു കെട്ടിയതായ തോട്ടമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുകയാണ്.
ഈ തോട്ടത്തിൽ പ്രത്യേകം നട്ടതായ വൃക്ഷങ്ങളും ചെടികളും മാത്രമേ കാണുകയുള്ളൂ. സ്വയമേവ വളർന്നു വരുന്നതിനെല്ലാം കളയായി കണ്ട് അതിനെ പറിച്ചു മാറ്റും. നട്ടത് അത് സമൃദ്ധമായി വളരേണ്ടതിന്, ഫലവത്തായി വളരേണ്ടതിന്, തക്ക സമയത്ത് ഫലം കൊടുക്കേണ്ടതിന് ആ തോട്ടം തോട്ടക്കാരനാൽ അടച്ച് ഭദ്രമാക്കിയതായ തോട്ടമായിരിക്കും. നമ്മുടെ സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദൈവസഭ എന്ന് പറയുന്നത് അടച്ചു കെട്ടിയതായ തോട്ടമാണ്. അതിനകത്തുള്ളതായ എല്ലാ വൃക്ഷങ്ങളും, നാം എന്ന് പറയുന്ന, എന്നെ കേൾക്കുന്നതായ ഓരോ വ്യക്തികളും ആ തോട്ടത്തിനകത്തെ വൃക്ഷങ്ങളാണ്. ആ വൃക്ഷങ്ങൾ തനിയെ കിളിച്ചു വന്നതല്ല, അത് ദൈവം നട്ടതാണ്. എന്തിനാ ദൈവം നട്ടത്? ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ്, നിലനിൽക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പം ഈ തോട്ടം സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ആരെങ്കിലും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ ആ സൈഡിൽ കൂടെ പിശാച് കടന്നു വരും എന്നുള്ള കാര്യം ഓർമ്മ വേണം. അപ്പോ ആദം പാപം ചെയ്യുവാൻ ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ളതായ വിഷയമായിരുന്നു. തോട്ടം സൂക്ഷിച്ചിരുന്നിരിക്കാം. പക്ഷേ ഏതോ ഒരു സമയത്ത് ആദമിന്റെ നോട്ടം തെറ്റി. ആദം സൂക്ഷിക്കുക അല്ലെങ്കിൽ കാവൽ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ആദമിന് അല്പസമയത്തേക്ക് തോൽവി സംഭവിച്ചു എന്ന് കരുതാം. ആ സമയത്തായിരിക്കാം സാത്താൻ അല്ലെങ്കിൽ പിശാച് അതിനകത്തുള്ളതായ മനോഹരമായ ഒരു ജീവിയെ, കൗശലക്കാരനായ ബുദ്ധിയുള്ളതായ ഒരു ജീവിയെ, പാമ്പെന്ന് പറയുന്നത് കൗശലക്കാരനാണ്, ആ ജീവിയെ വശത്താക്കി അതിൽ കൂടെ ഹൗവയെ പരീക്ഷിപ്പാനായിട്ട് കടന്നു വന്നത്. പാപത്തിന്റെ ഫലം എന്താണെന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. നഗ്നത മറയ്ക്കാൻ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. പിന്നെ ദൈവത്തിന്റെ പ്രസൻസ്, ഹി വാസ് അഫ്രൈഡ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രസൻസ് അവൻ ഭയപ്പെട്ടു എന്നുള്ളതാണ്. രണ്ട്, അവൻ അവൻ്റെതായിട്ടുള്ളതായ കഴിവ് ഉപയോഗിച്ച്, അവന്റെ സാഹചര്യം ഉപയോഗിച്ച്, അവന്റെ കയ്യിലുള്ളതായ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവന്റെ നഗ്നത മറയ്ക്കുവാനായി പരിശ്രമിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? വെയിൽ ഉറച്ചപ്പോ അതങ്ങ് വാടി. മാനുഷിക പ്രയത്നങ്ങളൊന്നും പാപത്തെ ജയിപ്പാനായിട്ട് കഴിയുകയില്ല. പാപത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ മാനുഷികമായ പരിശ്രമങ്ങൾക്കൊന്നും കഴിയുകയില്ല. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളതായ നന്മപ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതോ ഒന്നും പാപത്തെ മറയ്ക്കുവാനായിട്ട് കഴിയത്തില്ല. പാപത്തെ മറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വാടിപ്പോകാത്തതായ മൃഗത്തിന്റെ തോല് കൊണ്ട് ഉടുപ്പ് ഉണ്ടാക്കണം. മൃഗത്തിന്റെ തോൽ, അവിടെ ഒരു യാഗം നടക്കണം. എന്താണ് നമുക്ക് വേണ്ടി നടത്തുന്നതായ യാഗം? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മുടെ പാപം കഴുകി ശുദ്ധമാക്കപ്പെട്ടു. ആ രക്തത്തിനും മാത്രമേ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ആദമിന് സംഭവിച്ചതായ മറ്റൊരു കാര്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. എന്താണ് ആദമിന് സംഭവിച്ചതായ മറ്റൊരു കാര്യം? അവൻ ഉടനെ പറഞ്ഞു, നീ തിന്നോ, ആ വൃക്ഷത്തിന്റെ ഫലം തിന്നോ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞതെന്താ? നീ എന്നോട് കൂടെ ഇരിക്കുവാൻ നീ തന്നതായ ആ സ്ത്രീ എനിക്ക് ഫലം തന്നു, ഞാൻ തിന്നു. അപ്പോ സ്വയം കുറ്റം സമ്മതിക്കുവാനായിട്ട് ആദമാകട്ടെ ഹൗവയാകട്ടെ തയ്യാറായില്ല എന്നുള്ളതാണ് പാപത്തിന്റെ മറ്റൊരു ഫലം. നാം നമ്മുടെ കുറ്റം, നമ്മുടെ കുറവ് കണ്ടുപിടിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ കുറവിന് മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോണം, പാപം നമ്മിൽ കുടിയിരിപ്പ് നടത്തുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ആ ഭാഗം വിടട്ടെ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ പാപനിമിത്തമുള്ളതായ നിമിത്തം ദൈവത്തിന്റെ 5 വിധ ശിക്ഷാവിധി ഏദൻ തോട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശിക്ഷാവിധി എന്ന് പറയുമ്പോ അത് നമ്മൾ വിചാരിക്കരുത് ആ ശിക്ഷയുടെ പ്രത്യേകതകൾ ഇനി നാം ഇന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് പോകുകയാണ്.
5 വിധ ജഡ്ജ്മെന്റ് ഉണ്ട്, 5 വിധ ശിക്ഷാവിധികൾ ഏദൻ തോട്ടത്തിൽ ദൈവം നടത്തിയതിൽ ഒന്നാമത്തെ ശിക്ഷാവിധി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ സമയം തീർന്നു. നമ്മൾ ചിന്തിച്ചത് ഒന്നാമത്തെ ശിക്ഷ ആർക്ക് വേണ്ടിയായിരുന്നു? പാമ്പിന് വേണ്ടിയായിരുന്നു. എന്തിനാണ് പാമ്പിനെ ശിക്ഷിക്കാനിടയായി തീർന്നത്? പാമ്പിനെ ശിക്ഷിക്കാനിടയായി തീർന്നത് തന്നിലേക്ക് പ്രവേശിക്കുവാൻ, തന്റെ നാവ് വിട്ടുകൊടുക്കുവാൻ, ആ ഹവ്വയുടെ അടുത്തേക്ക് ചെന്നു ചേരുവാനുള്ളതായ ഒരു മാധ്യമമായി പാമ്പ് എന്ത് ചെയ്തു? സാത്താന് ഏൽപ്പിച്ചു കൊടുത്തു. പാമ്പല്ല സാത്താൻ എന്നുള്ള ഏദൻ തോട്ടത്തിൽ അന്നത്തെ പാമ്പ് സാത്താൻ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. മറ്റുള്ളതായ ജന്തു വർഗങ്ങളെ പോലെ തന്നെ ദൈവം മനോഹരമായി സൃഷ്ടിച്ചതായ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയായിരുന്നു പാമ്പ്. പക്ഷേ പാമ്പ് എപ്പോഴാണ് സാത്താന്റെ പ്രതീകമായി മാറിയത്? ഇപ്പോൾ പാമ്പെന്ന് പറയുന്നത് സാത്താന്റെ പ്രതീകമാണ്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോ അവിടെ സാത്താനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പഴയ പാമ്പൊന്നു തന്നെയാണ്. പക്ഷെ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാമ്പ് സാത്താനായിരുന്നില്ല. പാമ്പിൽ സാത്താൻ കടക്കുകയായിരുന്നു. പക്ഷേ പാമ്പ് ശിക്ഷിക്കപ്പെട്ടു. എന്താണ് പാമ്പ് ശിക്ഷിക്കപ്പെടുവാൻ കാരണം? ദൈവത്തിന്റെ നിർണയപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം സൃഷ്ടിച്ചതായ തന്നെ, അല്ലെങ്കിൽ പാമ്പ് സൃഷ്ടിക്കപ്പെട്ടതായ പാമ്പ് പിശാചിന്റെ ഉപകരണമാക്കി അവൻ തന്നെ വിട്ടുകൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ സാരം? ദൈവം നമ്മെ ദൈവിക ഉദ്ദേശപ്രകാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഉദ്ദേശം നമ്മിൽ കൂടെ നിറവേറ്റുവാൻ, എല്ലാറ്റിലും ഉപരി ദൈവിക മഹത്വം നമ്മിൽ കൂടെ വെളിപ്പെടുത്തുവാനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ നാം പലപ്പോഴും പിശാചിന്റെ ആയുധങ്ങളായി മാറ്റപ്പെടുവാൻ ഇടയായിട്ട് തീരും. എന്തൊക്കെയാണ് പിശാചിന്റെ ആയുധങ്ങളായി മാറ്റപ്പെടുവാൻ ഇടയായിത്തീരുന്നത്? ചിലപ്പോൾ നമ്മുടെ കൈകളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കാലുകളായിരിക്കും. വേണ്ടാത്തടത്ത് യാത്ര ചെയ്യുവാൻ, വേണ്ടാത്തത് ചെയ്യുവാൻ കൈകൾ, വേണ്ടാത്തത് നോക്കുവാൻ കണ്ണുകൾ, പരദൂഷണം പറയുന്നത് കേൾക്കുവാനുള്ളതായ ചെവി, പിന്നെ കുറ്റം പറയുവാനും അപവാദം പറയുവാനും ഇല്ലാത്തത് പറഞ്ഞു വരുത്തുവാനും ഭോഷ്ക് പറയുവാനും ഒക്കെ വിട്ടുകൊടുക്കുന്നതായ നാവ്, വേണ്ടാത്തത് ചിന്തിച്ചു കൂട്ടുവാൻ വിട്ടുകൊടുക്കുന്ന ഹൃദയം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് വിഷയത്തിൽ കൂടെയാണ് പിശാചിന്റെ ആയുധങ്ങളായി മനുഷ്യൻ മാറ്റപ്പെടുന്നത് എന്ന് പറയാൻ വയ്യ. വിവിധ കാര്യങ്ങളിൽ കൂടെ, വിവിധ മുഖാന്തരങ്ങളിൽ കൂടെ പിശാച് നമ്മെ ഉപകരണമാക്കി മാറ്റുവാനിടയുണ്ട്. പിശാചിന്റെ ഉപകരണമായി നാം ഏൽപ്പിച്ചു കൊടുത്താൽ പാമ്പ് ശിക്ഷിക്കപ്പെട്ടതുപോലെ ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പാമ്പിന് കിട്ടിയ ശിക്ഷ നമ്മൾ എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അത് ശാരീരികമായി നമുക്ക് സംഭവിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ആത്മമണ്ഡലത്തിൽ അത് എഫക്ട് ചെയ്യുവാനായിട്ടിടയായിട്ട് തീരും. നമ്മുടെ മനുഷ്യന്റെ രൂപവും ഭാവവും ഗുണവും ഒക്കെ അവനെടുത്ത് കളയും. വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് നാം ദൈവത്തിന്റെ ഹിതമല്ലാത്തത് ഒന്നും ചെയ്യുവാനോ, ഹിതമല്ലാത്തിടത്ത് പോകുവാനോ, ഹിതമല്ലാത്തത് നോക്കുവാനോ, ദൈവത്തിന്റെ ഹിതമല്ലാത്തത് കേൾക്കുവാനുള്ളതായ ശുഷ്കാന്തി കാണിക്കുകയോ, ദൈവത്തിന്റെ ഹിതമല്ലാത്തതായ ഒരു വാക്ക് പറയുവാനോ നമുക്കൊരിക്കലും ഇടയായിട്ട് തീരരുത്. ദൈവഹിതമല്ലാത്തത് ചിന്തിച്ചു കൂട്ടുവാനും നാം ഒരിക്കലും ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് പാമ്പിന് ദൈവം കൊടുത്തതായ ശിക്ഷ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. ഇനിയും ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ദൈവത്തിന്റെ ന്യായവിധിയിൽ ഉൾപ്പെട്ടതായ രണ്ടാമത്തെ കാര്യം? പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ മേൽ ശിക്ഷാവിധി കൽപ്പിക്കുകയാണ്. രണ്ടാമത് സാത്താന്റെ മേൽ ശിക്ഷാവിധി കൽപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അവിടെ കോൺട്രാസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇവിടെയും നമുക്ക് അത് തന്നെ കാണുവാനായിട്ട് കഴിയും. എന്താണ്? സാത്താന്റെ മേൽ നിത്യ ശിക്ഷാവിധി കൽപ്പിക്കുകയാണ്.
എന്താണ് സാത്താന്റെ മേൽ കൽപ്പിക്കുന്നതായ ശിക്ഷാവിധി? ദൈവം നൽകിയതായ ആദ്യത്തെ വാഗ്ദത്തമാണ്, ആദ്യത്തെ പ്രവചനമാണ്, നമുക്ക് കിട്ടിയതായ വീണ്ടെടുപ്പിന്റെ വാക്കുകളാണ് എന്നൊക്കെ ആ വാക്യത്തെ നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ നാമുമായിട്ടുള്ളതായ ബന്ധത്തിൽ അത് അനുഗ്രഹത്തിനും വീണ്ടെടുപ്പിനും കാരണമായി തീർന്ന വാഗ്ദത്തമായി മാറുമ്പോ സാത്താനെ സംബന്ധിച്ച് അതൊരു നിത്യ ശിക്ഷാവിധിയുടെ വാക്കായിട്ട് മാറ്റപ്പെടുകയാണ്. എന്താണ്? വായിച്ചാട്ടെ, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സസ് 15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇത് ആത്മീയ മർമ്മങ്ങൾ ഒത്തിരി ഉൾക്കൊള്ളുന്നതായ ദൈവശബ്ദമാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന് തിരുവചനത്തിൽ ഏതാണ്ട് 250ഓളം പേരുകളുണ്ട്. നമുക്ക് 1, 2 അല്ലെങ്കിൽ 3 പേരുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ വിളിക്കുന്ന ചില ഇടം പേരുകളും ചിലപ്പോൾ കണ്ടേക്കാം, ഇല്ലേ? ഒഫീഷ്യലി നമുക്ക് ആകെപ്പാട് ഒരു പേരെ കാണത്തുള്ളൂ, അല്ലാതെ ചിലപ്പോൾ 2, 3 പേര് ചിലപ്പോൾ കണ്ടെന്ന് വരാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് 250ഓളം പേരുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. ദൈവപുത്രൻ എന്നുള്ളതായ ആ ലേബൽ തുടങ്ങി നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാനില്ല. ഇവിടെ ആ 250 പേരുകളിൽ ഒരു പ്രത്യേക പേര് യഹോവയായ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും. ആ അവളുടെ സന്തതി എന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തതിയാണ്. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമുള്ളതായ പേരാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമുള്ളതായ പേരാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ആദാമിന്റെ സന്തതിയായി ജനിച്ചതായ മറ്റുള്ള എല്ലാവരും പുരുഷന്റെ ഇഷ്ടത്താലാണ് ജനിച്ചത്, പുരുഷന്റെ സന്തതികളാണ്. എന്നാൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത് ഒരുവൻ മാത്രം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രം. ആ സ്ത്രീയുടെ സന്തതിയെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ ആ സാത്താനെതിരായിട്ട് വരുന്നതായ ആ വ്യക്തിയെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത് സ്ത്രീയുടെ സന്തതിയായിട്ടാണ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്യുന്നതായ സ്ത്രീയുടെ സന്തതി നമുക്ക് ഭൂമിയിൽ മറിയയുടെ ഉദരത്തിൽ കൂടെ ദൈവപുത്രനായി ഭൂമിയിൽ അവതരിച്ച് നമുക്ക് രക്ഷകനായി മാറ്റപ്പെട്ടതായ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ലോകത്തെ ജയിക്കുന്നതായ, സാത്താനെ ജയിക്കുന്നതായ ആ സ്ത്രീയുടെ സന്തതിയായി നിറഞ്ഞു നിൽക്കുന്നതായ വ്യക്തിത്വമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ആ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മെ സംബന്ധിച്ച് അതൊരു വീണ്ടെടുപ്പിന്റെ വാഗ്ദത്വമാണ്. നമ്മെ സംബന്ധിച്ച് അത് അനുഗ്രഹത്തിന്റെ വാഗ്ദത്വമാണ്. നമ്മെ സംബന്ധിച്ച് അതൊരു ജയത്തിന്റെ വാഗ്ദത്വമാണ്. പക്ഷേ സാത്താനെ സംബന്ധിച്ച് അതെന്തായി മാറി? അതവന് നിത്യ ശിക്ഷയായി മാറുകയാണ്. ഇതിനാണ് സീമി കോൺട്രാസ്റ്റ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞത്. ഒരു സൈഡിൽ അത് പോസിറ്റീവായി അനുഗ്രഹമായി നിൽക്കുമ്പോൾ അത് തന്നെ ഒട്ടും മാറ്റമില്ലാതെ മറു സൈഡിൽ അത് നിത്യനാശത്തിന്റെയും നിത്യശിക്ഷാവിധിയുടെയുമായ വാഗ്ദത്വമായി മാറ്റപ്പെടുകയാണ്. അപ്പൊ ഏദൻ തോട്ടത്തിൽ വെച്ച് നടന്ന 2ാമത്തെ സംഭവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവജനത്തിന് കൊടുക്കുന്നതായ വാഗ്ദത്വമാണ്, വീണ്ടെടുപ്പിന്റെ വാഗ്ദത്വം. ഇനിയും 3ാമത്തെ ദൈവത്തിന്റെ ആ ശിക്ഷാവിധിയിലേക്ക് ഒന്ന് വരാം. 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ഇവിടെ സ്ത്രീക്ക് ലഭിച്ചത് ബാലശിക്ഷയാണ്. അതാണ്, ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ബാലശിക്ഷ. നമുക്കറിയാമല്ലോ, ബാലശിക്ഷ എന്ന് പറയുന്നതും
ഒരു ജഡ്ജി ശിക്ഷിക്കുന്നതായ ശിക്ഷാവിധി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. രണ്ടിന്റെയും ഉദ്ദേശം രണ്ടാണ്, രണ്ടിന്റെയും രീതി രണ്ടാണ്, രണ്ടിന്റെയും ഫലം രണ്ടാണ്. ബാലശിക്ഷ കൊടുക്കുന്നത് ആർക്കാണ്? അനുസരണക്കേട് കാണിക്കുന്നതായ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരോ ഗുരുക്കന്മാരോ കൊടുക്കുന്നതായ ശിക്ഷയാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ഇതെന്തിനാ കൊടുക്കുന്നത്? ഈ ബാലശിക്ഷ കൊടുക്കാൻ കാരണം അവനെ എന്നേക്കുമായി ദണ്ഡിപ്പിക്കാനല്ല, അവൻ എന്നേക്കുമായി അതിൽ അകപ്പെട്ടു പോകുവാനല്ല, അതവന് തെറ്റ് ബോധ്യമാക്കി ആ തെറ്റ് ചെയ്യാതിരിക്കുവാനുള്ളതായ ഒരു അറിയിപ്പ് മാത്രമാണ് എന്ത്? ബാലശിക്ഷ. ഇവിടെ ഏദൻ തോട്ടത്തിൽ മനുഷ്യന്, സ്ത്രീക്കും പുരുഷനും ന്യായവിധിയല്ല കൊടുക്കുന്നത്, ശിക്ഷയല്ല കൊടുക്കുന്നത്, അവർക്ക് കൊടുക്കുന്നത് ബാലശിക്ഷയാണ്. ഈ ബാലശിക്ഷയുടെ പ്രത്യേകത അവൻ തെറ്റു മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങിയെത്തുവാൻ അനുസരണയുള്ളവനായി ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവനായി മടങ്ങി വരേണ്ടതിന് ഒരു മുന്നറിയിപ്പ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ആദമിനോ ഹൗവയ്ക്കോ ലഭിച്ചത് ഒരിക്കലും ശിക്ഷാവിധിയല്ല. എന്താണ്? ചാസ്റ്റൈസ്മെന്റ് ആണ് ദൈവം കൊടുത്തത്. അതിന്റെ അർത്ഥം ബാലശിക്ഷ എന്നാണ്. ബാലശിക്ഷ എന്ന് പറയുന്നത് ഗുണീകരണത്തിന് കൊടുക്കുന്നതായ ശാസന എന്നുള്ളത് അർത്ഥത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസിക്കുകയും കുഞ്ഞുങ്ങളെ ചെവിക്ക് പിടിച്ച് തിരുമുകയും അല്ലെങ്കിൽ ചൂരിലെടുത്ത് രണ്ടടി കൊടുക്കുന്നതും അവരെ ഒരിക്കലും കുറ്റക്കാരെന്ന മുദ്രയടിച്ച് വിടുവാനല്ല. അവർ ചെയ്തത് തെറ്റാണെന്നവർക്ക് ബുദ്ധിപരമായി മനസ്സിലാക്കേണ്ടതിനും ഇനിയും അത് ആവർത്തിക്കാതിരിക്കേണ്ടതിന് കൊടുക്കുന്നതായ മുന്നറിയിപ്പുമാണ് ബാലശിക്ഷ. ഹൗവയ്ക്കും ആദമിനും കൊടുത്തത് ബാലശിക്ഷയാണ്. കാരണം അതുമൂലം അവർക്ക് അവരുടെ ആത്മാവിന് യാതൊരു ഹാനിയും സംഭവിക്കുന്നില്ല. ദൈവം കൊടുക്കുന്നതായ ആ ബാലശിക്ഷ മൂലം അവരുടെ ഭാവിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ലഭിക്കേണ്ടതായ ആ അനുഗ്രഹത്തെ സംബന്ധിച്ചോ അവർക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. എന്താണ് കാരണം? ആദമിനെ സൃഷ്ടിച്ചപ്പോ യഹോവയായ ദൈവം പറഞ്ഞു, നീ ഇവയൊക്കെ അടക്കി വാഴണം, മാത്രമല്ല നീ ഭൂമിയിലൊക്കെയും വർദ്ധിച്ച് പെരുകണമെന്ന് അനുഗ്രഹിച്ചാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചേദൻ തോട്ടത്തിലാക്കിയത്. ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോ അവനെ ആ അനുഗ്രഹത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തില്ല? മാറ്റിയില്ല. അവൻ അനുഗ്രഹമായി ഒരു കുടുംബം നൽകി. ആ കുടുംബത്തിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ സന്താനങ്ങളെ വാഗ്ദാനം ചെയ്ത് ഭൂമി മുഴുവനും നിറയേണ്ടതിനുള്ള അനുഗ്രഹം അവൻ ഏദൻ തോട്ടത്തിൽ വെച്ച് നൽകിയിരുന്നു. എന്നാൽ ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോ അവന്റെ കുടുംബ ജീവിതം എടുത്തു മാറ്റിയില്ല. അവന് നൽകിയതായ ഏറ്റവും അനുഗ്രഹീതമായ സന്താനങ്ങൾ അല്ലെങ്കിൽ വംശവർദ്ധനവ് അവൻ മുഖാന്തരം തടയപ്പെട്ടില്ല. അപ്പോ ആ അനുഗ്രഹം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവന് ബാലശിക്ഷ നൽകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം ചെയ്തു എന്നുള്ളത് കൊണ്ട് അവരുടെ ആഹാരം നമ്മൾ മുടക്കുകയില്ല, അവരെ പട്ടിണിക്കിടുകയില്ല. അവരുടെ നമ്മൾ കൊടുക്കാനുള്ളതായ അവകാശം ഒരിക്കലും അവർക്ക് കൊടുക്കാതിരിക്കുകയില്ല. അവരുടെ അവകാശം അവര് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് അവരുടെ അവകാശത്തിൽ നിന്ന് അവരെ മാറ്റിക്കളയുകയില്ല. കർത്താവ് മാനവജാതിയെ അവന്റെ നിത്യജീവനിൽ നിന്നോ അവന്റെ ഭൗതികമായ അനുഗ്രഹത്തിൽ നിന്നോ അവന്റെ കുടുംബ ജീവിതത്തിൽ നിന്നോ ദൈവം അന്ന് നൽകിയതായ ഒരനുഗ്രഹത്തിൽ നിന്നും മനുഷ്യനെ എന്ത് ചെയ്തില്ല? മാറ്റി നിർത്തിയില്ല. അവന് കൊടുത്തത് തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് വരുവാനുള്ളതായ ബാലശിക്ഷയാണ്. ഇനിയും ആദമിന് നൽകിയതായ ബാലശിക്ഷ എന്താണെന്ന് നോക്കിക്കേ. 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷമെല്ലാം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അപവൃത്തി കഴിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന്
നീ അഹോവൃത്തി കഴിക്കും, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ആഹാരം കഴിക്കുമെന്നാണ് പറഞ്ഞത്. അത് ദൈവം കൊടുത്തതായ ശിക്ഷയല്ല എന്നോർക്കണം. കാരണം ശാരീരികമായ അധ്വാനം എന്ന് പറയുന്നത് യഹൂദ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ശാരീരികമായ അധ്വാനം, നമുക്ക് ലഭിക്കുന്നതായ ജോലി, നമുക്ക് ദൈവം തരുന്നതായ ബിസിനസ്, നമുക്ക് തരുന്നതായ കൃഷി ചെയ്യുവാനോ അല്ലെങ്കിൽ ശരീരം കൊണ്ട് അധ്വാനിക്കുവാനോ കഴിയുന്നതായ ആ കഴിവ്, അത് ശാപമല്ല, അത് ദൈവം തരുന്ന അനുഗ്രഹമാണ്. ചെറുതായാലും വലുതായാലും ലഭിക്കുന്ന ജോലി ദൈവത്തിന്റെ ദാനമാണ്, ദൈവം തരുന്ന അനുഗ്രഹമാണ്. ആ ജോലി എന്ത് ചെയ്യണം? നാം കഠിനാധ്വാനം ചെയ്യണം. എന്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്യണം? ദൈവം തന്നെ ഒരു കഠിനാധ്വാനിയാണ്. ദൈവം തന്നെ കഠിനാധ്വാനിയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ പിതാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് 33.5 വർഷം ഈ ലോകത്ത് മനുഷ്യ ശരീരത്തിലുണ്ടായിരുന്നു. കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, കർത്താവിന്റെ ബാല്യകാലം മുതൽ കർത്താവ് തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നിടം വരെ വിശ്രമമില്ലാത്തതായ ജോലിയായിരുന്നു. വിശ്രമമില്ലാത്തതായ ജോലി. അത് കർത്താവിന്റെ ബാല്യകാലവും യൗവനകാലവും നാം പഠിക്കുമ്പോൾ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കർത്താവ് എപ്രകാരമാണ് അധ്വാനിച്ചിരുന്നത് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഈ കർത്താവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതായ 30-ാമത്തെ വയസ്സിൽ കർത്താവ് ഒരു ദിവസം പോലും വിശ്രമിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. പകൽ മുഴുവനും താൻ പോകുന്നിടത്തൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കർത്താവിന്റെ പുറകെ വരുന്നത്. വിശപ്പും ദാഹവുമുള്ളവരായി, രോഗികളായി, എഴുന്നേൽക്കുവാൻ കഴിയാത്തവരായി, മുടന്തരായി, കുരുടന്മാരായി, പക്ഷപാത രോഗികളായി ഒരു വലിയ കൂട്ടം കർത്താവിനോടുകൂടെ എപ്പോഴും ഉണ്ട്. അവരെ ആരെയും കണ്ടിട്ട് കർത്താവ് കണ്ണടച്ചു പോയില്ല. അവർക്ക് വേണ്ടതായ ശുശ്രൂഷ നൽകി. രാത്രി മുഴുവനും ജനത്തോട് സംസാരിച്ച് ജനത്തിന് വേണ്ടതായ ശുശ്രൂഷ ചെയ്തിട്ട് രാത്രിയിൽ കർത്താവ് ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കണം. രാത്രി മുഴുവനും ഏകനായി പർവ്വതത്തിൽ മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രാർത്ഥനയെ കുറിച്ച് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ കർത്താവിന്റെ ഇഹലോകവാസത്തിൽ നമുക്ക് മാതൃകയായി കർത്താവ് വെച്ചത് കഠിനാധ്വാനമാണ്. ഈ കഠിനാധ്വാനം അനുഗ്രഹമാണ്. പക്ഷേ വേദപുസ്തകത്തിന്റെ വ്യൂവിന് എതിരായി നിൽക്കുന്ന ഗ്രീക്ക് വ്യൂ എന്ന് പറയുന്നത്, അവരുടെ സംസ്കാരം അനുസരിച്ച്, ഗ്രീക്ക് സംസ്കാരം അനുസരിച്ച് ജനങ്ങളെ അവർ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, സാമ്പത്തികമായി ധനവാന്മാരായി വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നതായ സമൂഹത്തിലെ മേലാളന്മാരുടെ ഹൈ ലെവൽ പീപ്പിൾസിന്റെ ഒരു കൂട്ടം. മറ്റൊന്ന്, അടിമകളാക്കി വെച്ചിരിക്കുന്ന മറ്റുള്ള ദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം ദേശത്തു നിന്നോ അടിമകളാക്കി വെച്ചിരിക്കുന്നതായ മറ്റൊരു കൂട്ടം. അവര് ഗ്രീക്ക് കൺസെപ്റ്റ് അനുസരിച്ച്, അവരുടെ കൺസെപ്റ്റിൽ ഈ ധനവാന്മാരായിരിക്കുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ബാക്കിയുള്ളതായ അടിമകൾ എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ നിയമിക്കപ്പെട്ടത് ശപിക്കപ്പെട്ടവരെന്നുള്ളതായ നിലയിലാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പൊ ജോലി ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നത്, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നാം അധ്വാനിക്കുന്നത് ദൈവം തരുന്നതായ ശിക്ഷയാണ് എന്ന് പറയുന്നത് ജാതീയ കൺസെപ്റ്റാണ്. ദൈവിക കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശാരീരിക അധ്വാനമാണ്. കർത്താവ് മിണ്ടാതിരുന്ന അല്ലെങ്കിൽ മടിയന്മാരായിരുന്ന ആരെയും കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും അധ്വാനിക്കുന്നതായ ആൾക്കാരെ മാത്രമേ കർത്താവ് വിളിച്ചിട്ടുമുള്ളൂ. കർത്താവിന്റെ സംബോധന എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, വെറുതെ ഇരിക്കുന്നവരും മടിയന്മാരുമായിരിക്കുന്നവരെ അല്ല കർത്താവ് വിളിച്ചത്. കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ്. അപ്പൊ ആശ്വാസം ആർക്കാണ്? മടിയന്മാർക്ക് ആശ്വാസമില്ല.
വേലക്കള്ളന്മാർക്ക് ആശ്വാസമില്ല, വെറുതെ ഇരിക്കുന്നവർക്ക് ആശ്വാസമില്ല, മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ആശ്വാസമല്ല, അവർക്ക് ദുഃഖത്തിന് മേൽ ദുഃഖം കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞത് ദൈവം കഠിനാധ്വാനിയാണ്, ദൈവപുത്രനായ കർത്താവും കഠിനാധ്വാനിയാണ്. മനുഷ്യനെ അധ്വാനിക്കുവാനാണ് ഏദൻ തോട്ടത്തിലാക്കിയത്. അത് അനുഗ്രഹമാണ്. ദൈവം നമുക്ക് ശാരീരികമായോ മാനസികമായോ ആത്മീകമായോ അധ്വാനിക്കുവാൻ അവസരമൊരുക്കുന്നത് അനുഗ്രഹമാണ് എന്ന് കരുതി നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറുതും വലുതുമായ ജോലി ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് കരുതി നാം ജോലിക്ക് പോകുമ്പോഴും ജോലി ചെയ്ത് മടങ്ങി വരുമ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. അതിൽ നിന്ന് കിട്ടുന്നതായ വേതനം എന്തായാലും അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ നാം മനസ്സുള്ളവരും ആയിരിക്കണമെന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഏദൻ തോട്ടത്തിൽ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നതായ കാര്യം, കർത്താവിന്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായ കാര്യം. കർത്താവിന്റെ ഭക്തന്മാര് എല്ലാവരെയും നോക്കാം. ശൗലിനെ വിളിച്ചപ്പോ ശൗല് ആരായിരുന്നു? അവൻ വയലിൽ അധ്വാനിക്കുന്നവനായിരുന്നു. ദാവീദിനെ വിളിച്ചപ്പോ ദാവീദ് വനാന്തരങ്ങൾ അതിനെ മേയ്ക്കുന്നവനായിരുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടതായ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും മത്തായും ഒക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ തന്നെയായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ആദമിന് നൽകിയതായ ബാലശിക്ഷയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അവന്റെ വിയർപ്പ് കൊണ്ട് ആഹാരം കഴിക്കാൻ പറഞ്ഞത് അവനെ ശപിക്കുന്നതായിരുന്നില്ല, അവന് കൊടുക്കുന്നതായ ശിക്ഷയായിരുന്നില്ല, അവന്റെ തെറ്റ് മനസ്സിലാക്കുവാൻ കൊടുത്തതായ ബാലശിക്ഷ മാത്രമായിരുന്നു. ഇനി അടുത്തത്, ശാപം വന്നത് മനുഷ്യന്റെ മേലല്ല, ശാപം വന്നത് ഭൂമിയുടെ മേലാണ്. ശാപം വന്നത് ഭൂമിയുടെ മേൽ ശാപം വരുവാനുള്ള ഒരു കാരണം, മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ ഭൂമിയുടെ അധിപതി ആരായി മാറിയെന്നറിയാമോ? പുറത്താക്കപ്പെട്ടിരുന്നതായ സാത്താൻ അതിന്റെ അധിപതിയായി മാറി എന്നുള്ളത്. കാരണം ഒരിക്കൽ ലൂസിഫറിന്റെ കൈവശമായിരുന്നതായ ഭൂമി, ലൂസിഫർ ദൈവസന്നിധിയിൽ കുറ്റം ചെയ്ത് കഴിഞ്ഞപ്പോ ഏദൻ തോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കിയിട്ട് ഇനി അവൻ തിരിച്ചു കിടക്കാതിരിക്കേണ്ടതിനു വേണ്ടി ദൈവം അതിനെ വെള്ളം കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് അതിനെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിലേക്ക് പ്രവേശിപ്പാൻ അവന് യാതൊരു വഴിയും കണ്ടില്ല. ഒടുവിൽ ദൈവം ഭൂമിയെ റിനോവേറ്റ് ചെയ്ത് മനോഹരമായ ഏദൻ തോട്ടമാക്കി അതിനെ മാറ്റി. ആ ഏദൻ തോട്ടത്തിന്റെ അധിപതിയായി, ഭൂമിയുടെ അധിപതിയായി സകലത്തെയും അടക്കി വാഴുവാൻ അധികാരം കൊടുത്ത് മനുഷ്യനെ അതിനാക്കി. ആ മനുഷ്യനെ എന്ത് ചെയ്തു? സാത്താൻ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഉപായരൂപേണ ചതിപ്രയോഗം കൊണ്ട്, അവന്റെ വഞ്ചന കൊണ്ട്, അവന്റെ സാത്താന്റെ കൺട്രോളിങ്ങിൽ മനുഷ്യനെ കൊണ്ടുവന്നു. സാത്താന്റെ കൺട്രോളിങ്ങിൽ മനുഷ്യനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ മനുഷ്യന് കൊടുത്തതായ സകലത്തിന്റെ മേലും സാത്താന് അധിപനായി തീർന്നു. അങ്ങനെ സാത്താൻ അധിപനായി തീർന്നത് കൊണ്ട് മനുഷ്യന് അവകാശമായി കൊടുത്തതായ ഭൂമി ശപിക്കപ്പെട്ടതായി മാറുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും, നിലത്തു നിന്ന് നിന്നെ നിർത്തിയിരിക്കുന്നു, അത് തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മുള്ളും പറക്കാരെയും ശാപത്തിന്റെ ഫലമാണ്. ദൈവം സൃഷ്ടിച്ചപ്പോ ഭൂമിയിൽ മുള്ളില്ലായിരുന്നു, ഭൂമി കടുപ്പമുള്ളതായിരുന്നില്ല, വേല ചെയ്യുവാൻ സുഖമുള്ളതായ ഒരു പ്രതലമായിരുന്നു ഭൂമിക്കുണ്ടായിരുന്നത്. ഭൂമി ശപിക്കപ്പെട്ടായി കഴിഞ്ഞപ്പോ അത് ചെമ്പ് പോലെ കഠിനമുള്ളതായി തീർന്നു. അത് കാഠിന്യമുള്ളതായി തീർന്നത് കൊണ്ട് വേരോടുവാൻ കഴിയാതെ ഭൂമി ഫലഭൂയിഷ്ഠ നഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിന്റെ ഒരു അംശം പോലും തിരികെ ലഭിക്കുവാൻ കഴിയാതെ വണ്ണം ഭൂമി ശപിക്കപ്പെട്ടു. ഒരു മേജർ പോർഷൻ എന്തായി മാറി? മുള്ളും പറക്കാരെയും നിറഞ്ഞതായി മാറി. ചിലത് മരുഭൂമിയായി മാറ്റപ്പെട്ടു. മനുഷ്യന് വാസയോഗ്യമല്ലാത്തതായ ഭൂമിയുടെ
പല പ്രദേശങ്ങളും ഇന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം പാർക്കുന്നതായ ഈ ഭൂമി അല്ലെങ്കിൽ ഈ സ്ഥലം തന്നെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് പാർക്കുവാൻ കഴിയാത്ത രീതിയിലുള്ളതായ മരുഭൂമിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമില്ലല്ലോ. അപ്പോ അഞ്ചാമത്തെ വിഷയം അല്ലെങ്കിൽ അഞ്ചാമത്തെ ശിക്ഷ വന്നത് ഭൂമിയുടെ മേലാണ്. പക്ഷേ സാത്താന് കൊടുത്തതായ ശിക്ഷാവിധി ഒഴികെ ബാക്കിയുള്ളതെല്ലാം വീണ്ടെടുപ്പിന് വിധേയമാണ്. ആ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പിതാവായ ദൈവം അന്ന് വാഗ്ദത്തം ചെയ്ത് നമുക്ക് വേണ്ടി അയച്ചു തരുവാനായിട്ട് മനസ്സായത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഇനിയും ചോദ്യങ്ങൾ വരാം. ഒരു പഴം തിന്നത് കൊണ്ട് മനുഷ്യനെ ഇങ്ങനെ പുറത്താക്കണമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ആ ചോദ്യം അത് ഉത്തരം തരാനായിട്ട് ബാധ്യസ്ഥനാണ്. നോക്കാം. മനുഷ്യൻ ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഒരിക്കലും ദൈവത്തിന്റെ ക്രൂരത കൊണ്ടല്ല. പിന്നെങ്ങനെയാണ്? മനുഷ്യനോടുള്ളതായ കരുണയും സ്നേഹവും കൊണ്ടാണ് അവിടെ നമുക്ക് മനുഷ്യനെ ഏതിൽ നിന്ന് പുറത്താക്കിയത് എന്ന് പഠിക്കുവാൻ കഴിയും. ഒരു ആപ്പിൾ മാത്രം കഴിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പഴം കഴിച്ചത് കൊണ്ട് അവന് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയണോ എന്ന് ചോദിച്ചാൽ അവൻ പുറത്താക്കപ്പെടാതിരുന്നു എങ്കിൽ അവിടെ തന്നെ റീസൺ പറയുന്നുണ്ട്. യഹോവയായ ദൈവം പറയുന്നുണ്ട്, അവൻ ഇനിയും കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും അവൻ ജീവിക്കാതിരിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്യണം? ഏതിൽ നിന്ന് പുറത്താക്കി കളയണം. ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോ ആ പാപ ശരീരമായി മാറി. ദൈവത്തിൽ അടുക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ തേജസ് മാറ്റപ്പെട്ടതായ പാപ ശരീരത്തോടു കൂടിയായി തീർന്നു മനുഷ്യൻ. ആ പാപ ശരീരത്തിൽ ഇരിക്കുന്നതായ മനുഷ്യന് ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരിക്കലും പോകുവാൻ കഴിയത്തില്ല. എന്നേക്കുമായി മനുഷ്യൻ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോകും ആ പാപ ശരീരത്തിൽ അവൻ ഇരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് അവൻ ആ സമയത്ത് കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൽ അവൻ മരിക്കില്ല. അവന്റെ ശരീരം എന്നേക്കും ജീവിച്ചിരിക്കും. ഈ ശരീരത്തിന് മരണം കാണത്തില്ല. ഈ ശരീരം മരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഈ ശരീരം എന്നേക്കും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് തിന്മ ഒരിക്കലും മാറ്റപ്പെടുകയില്ല. അവരൊരിക്കലും മരിക്കാത്തതായ ശരീരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഈ ലോകത്തെ കിടുകിട വിറപ്പിച്ചതായ യഹൂദന്മാരെ കൊന്നൊടുക്കിയതായ ഹിറ്റ്ലർ നമുക്കറിയാം. ഹിറ്റ്ലറിന്റെ യൗവനകാലത്ത് താൻ ആർജിച്ചതായ ആ പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ട് യൂതന്മാർക്ക് എതിരായി മാറി. ലക്ഷക്കണക്കിന് യൂതന്മാരെയാണ് എന്ത് ചെയ്തത്? കൊന്നൊടുക്കിയത്. വലിയ ഒരു യുദ്ധത്തിന്റെ മുറവിളി ആര് മുഖാന്തരമുണ്ടായി? ഹിറ്റ്ലർ മുഖാന്തരമുണ്ടായി. ലോകം കണ്ടയിലേക്ക് വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരികൾ ഒരാളായി ആര് മാറി? ഹിറ്റ്ലർ മാറി. എന്നാൽ ഒടുവിൽ ഹിറ്റ്ലറിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് നമുക്കറിയാം. അവൻ ഇത്രയൊക്കെ കീർത്തി സമ്പാദിച്ചെങ്കിലും ഇത്രയൊക്കെ ജയം നേടിയെങ്കിലും ഒടുവിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത് തന്റെ ജീവിതം അവസാനിപ്പിച്ചു. ഹിറ്റ്ലറെ പോലെയുള്ള ഒരു മനുഷ്യൻ മരണമില്ലാത്തവനായി തീർന്നു എന്ന് വിചാരിക്കുക. മരണമില്ലാത്തവനായി തീർന്ന എന്ത് സംഭവിക്കുമായിരുന്നു? അവൻ ജീവിച്ചിരുന്നാൽ ലോകത്ത് ആ ക്രൂരത നീണ്ടുകൊണ്ടേയിരിക്കും, ഒരിക്കലും അവസാനിക്കുകയില്ല. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ റോമൻ ചക്രവർത്തിയായ നീറോ മനുഷ്യർക്കുരുതിയിൽ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടതായ മനുഷ്യനാണ് നീറോ. നീറോ എന്ത് ചെയ്തു? നീറോയും താന് മരണപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നു. അവൻ മരിക്കാതിരുന്നെങ്കിലോ ലോകത്തിൽ ക്രൂരത
കുടികൊള്ളുമായിരുന്നു. ന്യൂനപക്ഷമേ ഉള്ളൂവെങ്കിലും ക്രൂരന്മാരുടെ എണ്ണം ന്യൂനപക്ഷമാണ് എങ്കിൽ പോലും അവർ ജീവിച്ചിരുന്നാൽ, ഈ ശരീരത്തിൽ അവർ ജീവിച്ചിരുന്നാൽ ഈ ലോകം മുഴുവനും എപ്പോഴും ഭീഷണിയുടെ കീഴിലായിരിക്കും. അപ്പൊ മരണം ദൈവം കൽപ്പിച്ചത് ഭൂമിക്ക് അത് അനുഗ്രഹത്തിന് കാരണമല്ലേ എന്ന് ചോദിച്ചാൽ അനുഗ്രഹത്തിന് കാരണമാണ്. ഇനി മനുഷ്യൻ അത് അനുഗ്രഹത്തിന് കാരണമാണോ എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ശരീരം ഈ മരണത്തിന് വിധേയമാകുന്നത് കൊണ്ട് മരണം മൂലം നിത്യതയിൽ പ്രവേശിക്കുവാനുള്ളതായ ഒരവസരം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഏത് മനുഷ്യനും നിയമിച്ചിരിക്കുകയാണ്. മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോ അവന് നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാം. നന്മ ചെയ്ത് അവൻ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോ എന്ത് സംഭവിക്കും? അവൻ ദൈവസന്നിധിയിലേക്ക് പോകുവാനുള്ളതായ നിത്യജീവന്റെ വഴി അവന് വേണ്ടി തുറക്കപ്പെടുകയാണ്. അതേസമയം അവൻ ഒരിക്കലും മരിക്കാത്തതായ ചിരഞ്ജീവിയായാലോ അവൻ ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ചേരാനായിട്ട് കഴിയത്തില്ല. അപ്പോ ദൈവം മനുഷ്യന് മരണം കൽപ്പിച്ചതും അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതും ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കേണ്ടതിന് വേണ്ടി അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, മടങ്ങി ദൈവസന്നിധിയിലേക്ക് തിരികെ ചെല്ലുവാനുള്ളതായ ഒരു അവസരം ദൈവം ഒരുക്കി കൊടുത്തതാണ്. അത് മനുഷ്യനോടുള്ളതായ ദൈവിക കരുണയാണ്, മനുഷ്യനോടുള്ളതായ ദൈവിക കരുതലാണ്, മനുഷ്യനോടുള്ളതായ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാണ്. മനുഷ്യൻ ഒരിക്കൽ കൊടുത്തതായ അനുഗ്രഹത്തെ എന്നേക്കുമായി എടുത്തു കളയുവാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, ദൈവം സ്നേഹവാനായത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോ പാപത്തിന്റെ അവസ്ഥയിലായതായ മനുഷ്യൻ ആ സ്ഥിതിയിൽ ജീവന്റെ വരം തിന്നാൽ വീണ്ടെടുപ്പ് അസാധ്യമായി തീരുമായിരുന്നു. 2, ദൈവത്തെ ആരാധിപ്പാൻ അവൻ പഠിക്കണമായിരുന്നു. അതിന് ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയതായ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തോട് അടുക്കേണ്ടത് എന്ന് അന്വേഷിച്ച് അവൻ ആരാധനയിൽ കൂടെ ദൈവത്തോട് അടുക്കുവാൻ അവൻ അവസരം ഒരുക്കപ്പെടുകയായിരുന്നു. 3, ദൈവം കൊടുത്തത്, ദൈവത്തിന്റെ സ്നേഹവും കരുതലും വെളിപ്പെട്ടത് ഹവ്വയാണ് ആദമിനെ പാപത്തിലേക്ക് നയിച്ചതെങ്കിലും പാപത്തിലേക്ക് നയിക്കപ്പെട്ടതായ ഹവ്വയെ ഇനി നീ ഹവ്വയുമായി ഇനി മേലാൽ നീ ഒന്നിച്ചു പോകരുതെന്ന് പറഞ്ഞ് ഹവ്വയെ ആദമിൽ നിന്ന് വേർപെടുത്തിയില്ല. ആദമൻ എന്ത് ചെയ്തു? ഹവ്വയെ കൊടുത്ത് അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചേതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവത്തിങ്കിൽ നിന്നുള്ളതായ സന്തോഷം നഷ്ടപ്പെട്ടു എങ്കിലും തന്റെ ഭാര്യയിൽ നിന്ന് ആദമിനും തന്റെ ഭർത്താവിൽ നിന്ന് ഹവ്വയ്ക്കും ആശ്വാസവും ആനന്ദവും കരുതലും ലഭിക്കുവാനുള്ളതായ അവസരം ദൈവം നൽകി. ദൈവം മനുഷ്യനെ സ്നേഹിച്ചത് കൊണ്ടാണ്, ദൈവത്തിന്റെ സ്നേഹമാണ് അവിടെ നമുക്ക് ഏതെന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ദൈവം അവന് വിശ്രമം നൽകി. 6 ദിവസം അധ്വാനിക്കുവാനുള്ളതായ അനുമതി നൽകി. 7-ാം ദിവസം നിനക്ക് വിശ്രമം. 5, പാമ്പിനെ ജയിക്കേണ്ടതിന് ദൈവം അവന് സ്ത്രീയുടെ സന്തതിയെ കുറിച്ചുള്ളതായ പ്രത്യാശ നൽകി. അപ്പൊ ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ ക്രൂരതയാണോ കാണുന്നത്? ദൈവത്തിന്റെ ദയയാണോ കാണുന്നത്? ദൈവത്തിന്റെ ദയയും കരുണയും സ്നേഹവുമാണോ കാണുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം ഏദൻ തോട്ടത്തിൽ ക്രൂരത കാണിച്ചു എന്ന് പറയുന്നത് ദൈവജനത്തെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റിക്കളയുവാനുള്ളതായ സാത്താന്യ തന്ത്രമാണ്. മറ്റുള്ളവർ പറയുന്നത്, നിരീശ്വരവാദികൾ പറയുന്നത്, ദൈവത്തിലുള്ളതായ വിശ്വാസമില്ലാത്തവർ പറയുന്നത് ദൈവം ഏദൻ തോട്ടത്തിൽ ക്രൂരത കാണിച്ചു എന്നാണ്. അങ്ങനെയല്ല. ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിച്ചൂടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനെ ശപിച്ചില്ല, പകരം നിങ്ങൾ ഭൂമിയിലൊക്കെയും വർദ്ധിച്ച് പെരുകുവീൻ എന്നാണ് ദൈവം പറഞ്ഞത്. ശാരീരിക അധ്വാനം ദൈവിക അനുഗ്രഹമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശാരീരിക അധ്വാനം ശാപമാണെന്നുള്ളത് ജാതീയ സങ്കല്പമാണ്, അല്ലെങ്കിൽ അത് ഗ്രീക്ക് സങ്കല്പമാണ്, അത് ഗ്രേഷ്യൻ കോൺസെപ്റ്റ് ആണ്. അടുത്ത
അടുത്തത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചതായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുവാനുള്ളതായ അവസരമുണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോഴാർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു നിമിഷം ചോദിക്കാൻ ഞാൻ ഒരു 2 മിനിറ്റ് തരാം. ചോദ്യമുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4-ലേക്ക് അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുവാനായിട്ട് താല്പര്യമുണ്ട്. ആരും ഇല്ല എന്ന് കരുതുന്നു. നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് വരാം. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചു മുന്നോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 4-ന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായിരുന്നു. മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു കയീനെ പ്രസവിച്ചു. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നതായ പദം കെയിൻ എന്നാണ്. അത് അങ്ങനെയല്ല. അതിന്റെ ഉച്ചാരണവും സ്പെല്ലിങ്ങും അതല്ല. ഹീബ്രു പദത്തിൽ നിന്ന് QAYIN എന്നാണ് അതിന് ഉച്ചാരണം വരുന്നത്. കയീൻ. അത് നമ്മൾ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് ഏതാണ്ട് ശരിയായ വാക്കാണ്. കയീൻ എന്നാണ് അതിന്റെ പദത്തിന്റെ അർത്ഥം. അപ്പോ എങ്ങനെയാണ് ഈ മകന് ആദാം പേരിട്ടതെന്നുള്ള കാര്യമാണ്. കയീൻ എന്ന് എങ്ങനെയാണ് അവന് പേരിട്ടത്? എന്താ കയീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തതായ ആ വാഗ്ദത്തം അലയടിക്കുന്നുണ്ടായിരുന്നു. എന്താ ദൈവം കൊടുത്തതായ ആ പ്രോമിസ് എന്തായിരുന്നു? സ്ത്രീയുടെ സന്തതി ഉണ്ടാകും, ജനിക്കും. സ്ത്രീയുടെ സന്തതി ജനിച്ചാൽ വഞ്ചിച്ചതായ സാത്താനെ എന്ത് ചെയ്യും? അവൻ തോൽപ്പിക്കും എന്നുള്ളതായ ആ വലിയ വാഗ്ദത്തം പ്രത്യാശയായി ആദമിന്റെയും ഹവ്വയുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോ ആദമിന് ഒരു ആദ്യത്തെ മകൻ ജനിച്ചു, കയീൻ. ജനിച്ചപ്പോ ആ ശിശുവിനെ നോക്കിയപ്പോ ഹവ്വയ്ക്കൊരു കാര്യം മനസ്സിലായി. ദൈവം കൊടുത്തതായ വാഗ്ദത്തം അവൾ ഓർത്തു. ദൈവം വാഗ്ദത്തം ഓർത്തു കഴിഞ്ഞപ്പോ അവൾ ചിന്തിച്ചത്, ഈ കുഞ്ഞാണ് ആ വ്യക്തി, ഈ കുഞ്ഞാണ് ആര്? ആ സാത്താനെ ജയിക്കുന്ന അല്ലെങ്കിൽ പാമ്പിന്റെ തല തകർക്കുമെന്ന് ദൈവം പറഞ്ഞതായ വ്യക്തി ഈ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ഇവൻ തന്നെ എന്നർത്ഥത്തിലാണ് ക്വൈ എന്ന് പേരിടുവാനായിട്ട് ഇടയായിട്ടത്. അപ്പൊ ക്വൈ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മലയാളത്തിൽ നാം പറയുന്നതായ കയീൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. ഇവൻ തന്നെ. അപ്പോ കയീനെ മൂത്ത ആദിജാതനെ കണ്ടു കഴിഞ്ഞപ്പോ ആദമിനും ഹവ്വയ്ക്കും ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായി. ആ പ്രതീക്ഷയോടെയാണ് കയീനെ പ്രവർത്തിക്കൊണ്ടുവന്നത്. രണ്ടാമത് ഹാബേൽ ജനിച്ചു. ഹാബേലിന്റെ ആ കാര്യത്തെ കുറിച്ച് പറയുന്നതായ ഒരു വിഷയമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ഷീണിതനും ശോഷിച്ചവനുമായ രണ്ടാമത്തെ പുത്രൻ. ഇവൻ ക്ഷീണിതനാണ്, ബലഹീനനാണ്, ഇവനെ കൊണ്ടൊന്നും കഴിയുകയില്ല എന്നർത്ഥത്തിൽ ഹാബേൽ എന്ന് അവന് പേരിട്ടു. എബ്രായ പദത്തിനെല്ലാം, എബ്രായ വാക്കുകൾക്കും പദങ്ങൾക്കുമെല്ലാം അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട് എന്നും കൂടെ ഞാൻ പറയാം. അപ്പോ ഹാബേല് വലിയ പ്രതീക്ഷയൊന്നും ആർക്കില്ല, കയീനും ആദമിനും ഹവ്വയ്ക്കുമില്ല. നമ്മൾ വായിക്കുന്നത് കയീൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനും ആയിട്ട് മാറി. മൂത്തവൻ കൃഷിക്കാരനും ഇളയവൻ എന്ത് ചെയ്തു? അവൻ ആട്ടിടയനുമായി മാറി. കുറെ കാലം കഴിഞ്ഞപ്പോ അവരുടെ ഹൃദയത്തിൽ ചിന്ത വന്നു, ദൈവവുമായിട്ട് ബന്ധപ്പെടണം. ഏദൻ തോട്ടത്തിൽ ആത്മീയമായി മരിച്ചു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനത് മരണം എന്നുള്ളതായ വാക്ക് അതിന്റെ അർത്ഥം വിശാലമായി എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. ദൈവം പറഞ്ഞത്, ഇന്ന് തിന്നുന്ന നാളിൽ
നീ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് നാം തെറ്റായി ധരിച്ചത് കൊണ്ടാണ് അങ്ങനെ വിവിധമായ അർത്ഥങ്ങൾ നാം അതിൽ നിന്ന് ഗണിച്ചുണ്ടാക്കുന്നത്. ദൈവം പറഞ്ഞത് അങ്ങനെയല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവർ ആത്മീകമായി മരിച്ചിട്ടില്ല. അവരുടെ ആത്മാവ് എപ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനുള്ളതായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദമിന്റെയും ഹൗവയുടെയും പുത്രന്മാരായ കയീനും ഹാബേലും ദൈവത്തിന് യാഗവും കൊണ്ടുവരുവാനിടയായി തീർന്നത്. പക്ഷെ ദൈവത്തിന് യാഗവും വന്നപ്പോ കയീന്റെ യാഗത്തിൽ ആര് പ്രസാദിച്ചില്ല? കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് കരുതുന്നു. കയീൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹവ്വ തന്റെ ആദിജാതനെ കണ്ട് അവന് കയീൻ എന്ന പേരിട്ടു. അവനെ പോലെ തന്നെ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക്, ഈൻ എന്ന് പറഞ്ഞാൽ ഹിം. അവരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്. ആ പാമ്പിന്റെ തല തകർക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ളതായ ഒരു ധാരണ ആരുടെ ഹൃദയത്തിലുണ്ട്? ഹവ്വയുടെ ഹൃദയത്തിലുണ്ട്. ദൈവം തരുന്നതായ വാഗ്ദത്തങ്ങളെ കുറിച്ച് ഒരു ധാരണ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, ഒരു ചിന്ത ഉണ്ടായിരിക്കണം. പക്ഷേ അത് തെറ്റായിട്ടുള്ള ദിശയിലേക്ക് പോകരുതെന്ന് മാത്രം. ഹവ്വയുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തതായ വാഗ്ദത്തത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്റെ ഉദരത്തിൽ നിന്ന് വരുന്നതായ ഒരുവൻ എന്ത് ചെയ്യും? അവന്റെ തല തകർക്കും. പക്ഷേ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നതിന്റെ അർത്ഥം അവൾ മനസ്സിലാക്കിയത് വ്യത്യസ്തമായത് കൊണ്ടാണ് കയീനാണ് ആ വ്യക്തി എന്ന് അവൾ തെറ്റായി ധരിപ്പാനിടയായിട്ട് തീർന്നത്. ദൈവത്തിന്റെ വചനം ശരിയായി നാം മനസ്സിലാക്കിയില്ല എങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾ പലതും തെറ്റായി വ്യാഖ്യാനിക്കുവാനിടയായിട്ട് തീരും. ദൈവിക വചനങ്ങൾ പലതും റോങ് ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യുവാനിടയായിട്ട് തീരും. അങ്ങനെ ദൈവത്തിന്റെ വചനം തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഉപദേശങ്ങൾ പലതും ഉണ്ടാകാൻ കാരണം. ഉപദേശം ഏകമാണ്. ദൈവം ഒന്ന് കൽപ്പിച്ചാൽ അത് തന്നെയാണ്. അപ്പോ ദൈവവചനം അതിൻ്റെതായ അടിസ്ഥാനത്തിൽ നിന്ന് ശരിയായി ഇന്റർപ്രറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ദൈവവചനം മനസ്സിലാക്കുവാൻ കഴിയത്തില്ല എന്ന് ദൈവിക വാഗ്ദത്തങ്ങളോ ദൈവത്തിന്റെ വചനമോ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല, വഴിതെറ്റിപ്പോകുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് കയ്യിനെ കണ്ടു കഴിഞ്ഞപ്പോ ആദം പറഞ്ഞു, അവനെ പോലെ തന്നെയാണ് ഇവൻ, അല്ലെങ്കിൽ അവൻ തന്നെയാണ് ഇവൻ എന്നുള്ളതായ ധാരണ അവിടെ ഹൃദയത്തിൽ വന്ന് അതുകൊണ്ട് കയീൻ എന്ന് പേരിട്ടു. ഹാബേൽ എന്നാൽ എനിക്ക് കഴിയില്ല, ക്ഷീണിതൻ എന്നാണ് അർത്ഥം. അപ്പോ അത് കഴിഞ്ഞ് അവര് യാഗം കൊണ്ടുവരികയാണ്. യാഗം കൊണ്ടുവരാൻ കാരണം ഞാൻ പറഞ്ഞു, ആദമോ ഹവ്വയോ അല്ലെങ്കിൽ കയീനോ ഹാബേലോ ആത്മീയമായി മരിച്ചിട്ടില്ല. അവരുടെ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനുള്ളതായ ആ വലിയ ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് അവർ യാഗവുമായിട്ട് ദൈവസന്നിധിയിൽ വന്നു. കയീന്റെ യാഗത്തിൽ കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. എന്തുകൊണ്ട് കയീനിൽ ദൈവം പ്രസാദിച്ചില്ല? കയീന്റെ യാഗവും ഹാബേലിന്റെ യാഗവും തമ്മിൽ വേദപുസ്തകപരമായി വ്യത്യാസമുണ്ട്. അത് കയീൻ കൊണ്ടുവന്നത് കൃഷിഫലം ആയതുകൊണ്ടല്ല, ഹാബേൽ കൊണ്ടുവന്നത് ജീവനുള്ള ആടായതുകൊണ്ടും അല്ല. പിന്നെ എന്താണ് ഹാബേലിന്റെ യാഗത്തിൽ അല്ലെങ്കിൽ ഹാബേലിൽ ദൈവം പ്രസാദിക്കുവാൻ ഇടയായിട്ട് തീർന്നത്? കയീനിൽ ദൈവം പ്രസാദിക്കാതിരിക്കുവാൻ കാരണമായി തീർന്നത്. ഇവിടെ യാഗവസ്തുവല്ല ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം കയീന്റെ യാഗത്തിലും കയീനിലും പ്രസാദിച്ചില്ല എന്നല്ല, കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല എന്നാണ്. അപ്പോ കയീനിൽ പ്രസാദം ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചേനമായിരുന്നു. ഹാബേലിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ടാണ് ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിപ്പാനിടയായിട്ട് തീർന്നത്. അപ്പൊ കയീൻ യാഗം കൊണ്ടുവരുമ്പോ ദൈവം കയീനിനെ നോക്കി. കയീനിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായ
കാര്യം ഉണ്ടായിരുന്നത്. ഹാബേലിലെ ദൈവം നോക്കിയപ്പോ ഹാബേലിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതായ കാര്യം കാണുവാനിടയായി. അതുകൊണ്ടാണ് ഹാബേലിൽ ദൈവം പ്രസാദിച്ചത്. എന്താണ് കയ്യിലിൽ പ്രസാദിക്കാതിരിക്കാൻ കാരണം? ദൈവം കണ്ടതായ കുറ്റം എന്താണ്? ഹാബേലിൽ ദൈവം കണ്ടതായ ഗുണം എന്താണ്? അതാണ് നമുക്ക് ആ യാഗത്തിന് ഉപയോഗിച്ചിരിക്കുന്നതായ പദങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ യാഗത്തിന് ഉപയോഗിപ്പാൻ കഴിയുന്നതായ പദങ്ങൾ, കയ്യിന് കൊണ്ടുവന്നതായ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്, ആ പദത്തിന്റെ അർത്ഥവും ആ യാഗത്തിന്റെ പ്രത്യേകതകളും ദൈവം സഹായിച്ചാൽ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഏതൻ തോട്ടത്തിൽ കൂടെ നാം ഒന്ന് നടക്കുകയായിരുന്നു. ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള പാപത്തിന്റെയും ബലഹീനതയുടെയുമായ അവസ്ഥകൾ, അതിന് ആ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ഇതൊക്കെ നമുക്ക് ചിന്തിപ്പാനിടയായി. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും ദൈവത്തോടടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലിന്റെ മേൽ ദൈവത്തിനൊരു കരുതലുണ്ട്, സ്നേഹമുണ്ട്, പരിപാലനമുണ്ട്. ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മെ വരുന്ന ആഴ്ചയിൽ സുഖത്തോടെ, സൗഖ്യത്തോടെ, ക്ഷേമത്തോടെ നടത്തുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.